അവിടെ വെച്ചൊരു പക്ഷേ ബിനോയ് വിശ്വവും CM-ഉം തമ്മിലൊരു കൂടിക്കാഴ്ച നടന്നേക്കുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. അതിന് എത്ര കണ്ട് സാധ്യതയുണ്ട്? അങ്ങനെയെങ്കിൽ ആലപ്പുഴയിൽ വെച്ചാകുമോ ഒരു മഞ്ഞുരുക്കമോ അല്ലെങ്കിൽ ഒരു കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയോ? അങ്ങനെ അവിടുത്തെ ആലപ്പുഴയിൽ വെച്ച് ഒരു കൂടിക്കാഴ്ചയുടെ സാധ്യത എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഇത് സംബന്ധിച്ചപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇന്ന് ചേരുന്ന കമ്മിറ്റി കൂടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായത്. CM വിളിച്ചിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മറുപടി. അതോടൊപ്പം തന്നെ ഇന്ന് ചേരുന്ന കമ്മിറ്റിയിൽ ആശയപരവും രാഷ്ട്രീയപരവുമായ തീരുമാനം CPI കൈക്കൊള്ളുമെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ LDFന്റെ ഭാഗമാണ് CPM-ഉം CPI-യും. ചർച്ചയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. CM വിളിച്ചാൽ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യവും ബിനോയ് വിശ്വം പറയുകയുണ്ടായി. ഏതായാലും ഇന്ന് വലിയ ചുടുകാട്ടിൽ ഇപ്പോൾ രാവിലെ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ദീപശിഖാ പ്രയാണം ത്തിൽ CPI CPM നേതാക്കൾ എത്തിയിരുന്നു. ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആണ് ഈ സമാപന സമ്മേളനം നടക്കുന്നത്. സമാപന സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും ഒരു വേദി പങ്കെടുക്കുക. മുഖ്യമന്ത്രി രാവിലത്തെ പരിപാടികൾ കട്ട് ചെയ്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ പങ്കെടുത്തതിന് ശേഷം വൈകുന്നേരം മാത്രമായിരിക്കും ആലപ്പുഴയിലേക്ക് എത്തുക. ആ സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത. ബിനോയ് വിശ്വവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ടെലിഫോണിൽ ആശയവിനിമയം നടത്തും. എന്തായാലും കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകരുത് എന്നുള്ള കാര്യം തന്നെ മുഖ്യമന്ത്രി അറിയിക്കുമെന്നാണ് സൂചന. പ്രത്യേകിച്ച് കേന്ദ്ര ഫണ്ട് ലഭിക്കാതെ വരുന്നൊരു സാഹചര്യം, സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ അവർ ഒപ്പിട്ട് അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാനത്തിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ വിഷയത്തിൽ ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് ഒഴിവാക്കുന്നത് അത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികളോടുള്ള ഒരു വേർതിരിവായിരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ അത് ബോധ്യപ്പെടുത്തും. പ്രത്യേകിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സർക്കാരിൻ്റെ നിലപാടായി പറഞ്ഞത്. അത് CPI ബോധ്യപ്പെടുത്തും. അക്കാര്യങ്ങളിൽ CPI-യുമായി ആശയവിനിമയം നടത്തും. കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ വിജിൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം CPM-ന്റെ ചേരുകയാണ്. അതിൽ ആ യോഗത്തിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ പൊതുവായൊരു നിലപാട് അറിയിക്കാവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണം നടത്താവോ എന്നാണ് CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും CPI-ക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശയവിനിമയം നേതൃതലത്തിൽ നടന്നിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇനി വിളിക്കുമോ, മുഖ്യമന്ത്രിയുമായി നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ചർച്ചകൾ ഉണ്ടാകുമോ, ആലപ്പുഴയിൽ ഇന്ന് നേതാക്കൾ ഒരുമിച്ചുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ, അതിനുള്ളൊരു വേദി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. എന്തായാലും പുന്നപ്ര വയലാർ രക്തസാക്ഷി സമാപന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയലാറിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് ബിനോയ് വിശ്വവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നത്. സൈഫുദ്ദീൻ.